കേരളം ശരിക്കും കടക്കെണിയിലാണോ? നമ്മുടെ സംസ്ഥാനത്തിന് എത്ര കോടി രൂപയുടെ കടമുണ്ട്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്നത് കേരളമാണോ? ഇങ്ങനെ ചോദ്യങ്ങൾ അനവധിയുണ്ട്. കേരളം എന്നാൽ കടപ്പെട്ട സംസ്ഥാനമെന്നാണ് പൊതു പറച്ചിൽ തന്നെ. യഥാർത്ഥ കണക്കുകളിലേക്ക് ഇറങ്ങും മുൻപ് ഒരു സംശയം കൂടി തീർക്കാം. കേരളം ഇക്കഴിഞ്ഞ മാസം എത്ര കോടി കടമെടുത്തു? ഒരിടത്തും പ്രസിദ്ധീകരിക്കാത്ത ആ കണക്ക് പറയാം. 5703 കോടി രൂപയാണ് കഴിഞ്ഞ മാസം, അതായത് മെയ് 1-നും 31-നും ഇടയിൽ എടുത്തത്. ഏപ്രിലും മെയ്യും ചേർന്ന് 13,879 കോടി രൂപയാണ് കടം. അപ്പോഴത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണോ? നേരിയ കൂടുതലേ ഉള്ളൂ. മുൻ വർഷം 13,521 കോടി രൂപയായിരുന്നു കടം. അസൽ കണക്കുകളുമായി സത്യം പറയട്ടെ ആരംഭിക്കുന്നു. കടക്കെണിയിലാണോ നമ്മുടെ കേരളം? കേരളത്തിന് ഇപ്പോൾ ആകെയുള്ള കടം എത്ര? അതിനുള്ള ഉത്തരം ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയാണ്. ഈ മാർച്ച് 31-ന് അവസാനിച്ച സാമ്പത്തിക വർഷം ആകെ കടം 4,71,091 കോടി 30 ലക്ഷം രൂപ. ഇത് എത്രമാത്രം വലിയ കടമാണ്? കടത്തിന്റെ വലിപ്പം നോക്കുന്നത് സംഖ്യ എടുത്തല്ല, ഒരു നാട്ടിൽ ആകെയുള്ള ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് കടം എന്ന് നോക്കിയാണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നും പറയും. കേരളത്തിന് മൊത്തം ഉൽപാദനത്തിന്റെ 33.8% കടം. മൊത്തം ഉൽപാദനത്തിന്റെ 33.8% കടമെന്ന് കേട്ടാൽ അത് കൂടുതലാണോ കുറവാണോ ആർക്കും സംശയം വരും. മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുകയാണ് അത് വ്യക്തമാക്കാനുള്ള വഴി. ജമ്മു കശ്മീരിനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുമാണ് ഈ നിരക്ക് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത് പഞ്ചാബാണ്. ഉൽപാദനത്തിന്റെ 44.5% കടം. പിന്നാലെ ഹിമാചൽ 40.5%, മിസോറാം 38.8%, സിക്കിം 38.2%, പശ്ചിമ ബംഗാൾ 38%, മേഘാലയ 37.6%, ബീഹാർ 37%, രാജസ്ഥാൻ 36.5%, ത്രിപുര 35%, ആന്ധ്രാപ്രദേശ് 35%, കേരളം 33.8%. അതായത് കേരളത്തിന് മുന്നിൽ 13 സംസ്ഥാനങ്ങളുണ്ട്. കേരളം 14-ാം സ്ഥാനത്താണ്. ഇതുവരെ കേരളത്തെക്കുറിച്ച് കേട്ടിരുന്ന നറേഷനിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ? നമുക്ക് കടമുണ്ട്, ഇവിടെ കാര്യമായ ഉൽപാദനവുമില്ല. എന്നിട്ടും മറ്റ് 13 സംസ്ഥാനങ്ങളെക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് കേരളം. പക്ഷേ കണക്കെടുപ്പ് ഇതുകൊണ്ട് പൂർത്തിയാകുന്നില്ല. പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം വലിയ തോതിൽ കടം കൂടിയോ? അതിനുകൂടി ഉത്തരം കണ്ടെത്തണം. 2011-ലെ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത് മുതലുള്ള കണക്കെടുക്കാം. 2011-ൽ കേരളത്തിന്റെ ആകെ കടം 83,963 കോടി രൂപ. ഉമ്മൻചാണ്ടി സർക്കാർ മാറുന്നതും പിണറായി വിജയൻ സർക്കാർ ചുമതലയേൽക്കുന്നതും 2016-ലാണ്. അപ്പോൾ കേരളത്തിന്റെ കടം 1,62,271 കോടി രൂപ. 5 വർഷം കൊണ്ട് ഏതാണ്ട് ഇരട്ടിയായി എന്ന് പറയാം. അല്ലെങ്കിൽ 93.2% 5 വർഷം കൊണ്ട് വർദ്ധിച്ചത് എന്ന് കാണാം. 2021-ൽ 1-ാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയപ്പോഴോ കടം 3,10,856 കോടി രൂപ. വർധന 91.5%. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷം കൊണ്ട് 93.2% വർദ്ധിച്ചെങ്കിൽ 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ 5 വർഷം കൊണ്ടുള്ള വർധന 91.5% മാത്രമാണ്. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള 4 വർഷമോ? ഇപ്പോഴത്തെ കടം 4,71,091 കോടി രൂപ. വർധന 51.5% മാത്രം. 2-ാം പിണറായി വിജയൻ സർക്കാർ കടമെടുത്തു കൂട്ടുകയാണ് എന്ന ആരോപണം ഏതായാലും കണക്കുകൾ ശരിവെക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 93.2% കടം കൂടിയെങ്കിൽ 2-ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വർധന 51.5% മാത്രമാണ്. അങ്ങനെയെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷം കൊണ്ട് കടത്തിൽ എന്താണ് സംഭവിച്ചത്? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 2021-ലെ കടം 5,68,892, ഇപ്പോൾ 9,55,690 കോടി രൂപ. 4 വർഷം കൊണ്ട് 68% വർധന. കർണാടകത്തിൽ ആകെ കടം 7,25,455 കോടി രൂപ. 4 വർഷത്തെ വർധന 72%. കേരളത്തിൽ കടത്തിലെ വർധന ഇതേ കാലയളവിൽ 51% മാത്രമാണ്.
കേരളത്തിന് കടമെടുക്കാൻ അനുവാദം കിട്ടാത്തതുകൊണ്ടല്ലേ കടം കൂടാത്തത്? ആ സംശയം ഒരു പരിധിവരെ ശരിയാണെന്ന് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കേരളത്തെക്കാൾ കൂടുതൽ തുക കടമെടുക്കാൻ മറ്റു മിക്ക സംസ്ഥാനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. GDP-യുടെ അനുപാതം നോക്കിയാലും ജനസംഖ്യാനുപാതം നോക്കിയാലും കേരളത്തിന് കടമെടുക്കാനുള്ള അനുവാദം പല രീതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. കിഫ്ബി വഴിയെടുത്ത കടവും പെൻഷൻ നൽകാൻ എടുത്ത കടവുമെല്ലാം പരിധിയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് കടം ഉയരാത്തത്. അപ്പോൾ പോലും മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിന്റെ നിലവാരത്തിൽ കേരളം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ കാണിക്കുന്നത്. നമസ്കാരം.